ഹായ്. അപ്പം ഞാനിന്ന് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ അക്വേറിയം ഉണ്ട്. അപ്പോൾ അക്വേറിയം ക്ലീൻ ചെയ്യലും പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് നമ്മളൊരു 4 മീനിനെയൊക്കെ മേടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ചെറിയ വീഡിയോ ആണ്, കേട്ടോളൂ. അപ്പോൾ റെഡി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ സാധനങ്ങൾ അവിടെ വെച്ച് കാണിച്ചിട്ടുണ്ട്. കാരണം അക്വേറിയത്തിൽ വയ്ക്കുന്ന അലങ്കാരങ്ങളായ സാധനങ്ങൾ മൊത്തം. പിന്നെ താഴത്തിലൊക്കെ കണ്ടോ കുറേ ഗപ്പികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ആകെ 8-9 ഗപ്പീനെ ഞങ്ങൾ മേടിച്ചിരുന്നുണ്ടോ. ബാക്കി ഇപ്പോൾ ഫുള്ളായിട്ട് ഗപ്പികൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ഗപ്പിയുടെ ബ്രീഡിങ്ങിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതിലാണ് ഞങ്ങളൊരു 8 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടത്. ഇപ്പോൾ ഇതിൽ എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല, അത്രയ്ക്ക് അധികം ഉണ്ട്. പിന്നെ ഒന്ന് പറയുമ്പോൾ നമ്മൾ വലയൊക്കെ ഇട്ടിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പൂച്ചയും മറ്റതൊക്കെ വന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതിലൊക്കെ ഉണ്ടോ, ഒന്നും കൂടി റിപ്പീറ്റ് കാണിച്ചില്ല. കാരണം എല്ലാ ചട്ടി നമ്മുടെ ചെടികളില്ലേ ഇതിലെല്ലാറ്റിലും ഞങ്ങൾ ഗപ്പിനെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്ക് എന്താ കൊതുകിൻ്റെ ശല്യവും ഇല്ല. അപ്പോൾ ഇതാണ് അക്വേറിയം ഇങ്ങനെ ഞങ്ങൾ വെച്ചിട്ടുള്ളത്. കാരണം ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാക്സി നമ്മൾ കണ്ടിട്ട് ഒരു ഡ്രസ്സുകൾ ഇട്ടിക്കുന്നുണ്ടല്ലേ, അതില്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ മുകളിൽ സ്ക്രാച്ച് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിയുന്നത്. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ ഒരു ഇതാട്ടോ, പ്രധാന കണ്ടുപിടുത്തമാണ്. ഈ സെൻറ്ററിലൊരു ട്യൂബ് ലൈറ്റില്ലേ അത് കണക്ട് ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മുടെ മിഠായിയുടെ ബോക്സില്ലേ ഡബ്ബ, അതിൽ മീനിനെ വളർത്തുകയാണ്. അപ്പോൾ ഈ ഗപ്പികൾക്ക് ഇതിൽ നിന്ന് ഇതിനുള്ളിൽ കൂടെ അപ്പുറത്തേക്കും പോകാൻ പറ്റും. ഒരു നല്ല രസമാണ് കാണാൻ. നമുക്കൊരു ഐഡിയയാണ്, അപ്പോൾ മൂപ്പരത് ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ഞങ്ങൾ നമ്മുടെ അക്വേറിയത്തേക്ക് എത്തി. അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സൈഡിൽ നിന്നും ഒക്കെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ക്ലീനിങ് അതുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നിർത്തിയിട്ടും കടത്തിയിട്ടും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. ഇതാ ഈ സംഭവത്തിൽ നമുക്കറിയില്ലേ, സക്കർ. അപ്പോൾ ഇത് മാത്രം ഈ ഒരു മീനുണ്ട്. പിന്നെ നമ്മൾ അക്വേറിയത്തേക്കുള്ള കല്ലുകളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അക്വേറിയം നേരെ നമ്മൾ തെർമോക്കോൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് അങ്ങ് പ്ലേസ് ചെയ്തു കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഒന്ന് ക്ലീനാക്കി നമ്മൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് അതിനുള്ളിലേക്കുള്ള കല്ലുകളും ബാക്കി ആ പുല്ലുകളും ഇത് മറ്റോ ഒക്കെ വെച്ചിട്ട് അക്വേറിയം ഒന്ന് സെറ്റപ്പാക്കി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം കേട്ടോ ഞങ്ങൾ കടയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ കടയിലേക്ക് പോകുന്നത്. ഇതാ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും ഗപ്പീനെ ഞങ്ങൾ ഒരു വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചെറിയൊരു അക്വേറിയം ഇല്ലേ, മറ്റേ ബോൾ പോലെ സംഭവം കണ്ട് ആ അക്വേറിയത്തിലേക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇനി വേറെ വല്ല ബാക്കി മത്സ്യങ്ങൾ നമ്മുടെ മീനുകൾ ഈ ഗപ്പികളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ കടയിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. ഇതാണ് നമ്മുടെ കട. എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതായത് പ്രാവുകളും കോഴികളും ലവ് ബേഡ്സ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ സൈഡിലായിട്ടാണ് അക്വേറിയങ്ങളുള്ളത്, അക്വേറിയങ്ങളും മീനുകളും. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ട മീനുകൾ ഏതാണെന്ന് ഒന്ന് നോക്കുകയായിരുന്നു. കാരണം കാണുന്നതിന് ഭംഗിയൊക്കെ ഉള്ള മീനുകളെ വേണമല്ലോ, കുറച്ച് വലിപ്പം വേണം, എന്നാലല്ലേ ഒന്ന് കാണാൻ പറ്റുള്ളൂ നമുക്ക്. ബാക്കി ഗപ്പികളെന്ന് പറയുമ്പോൾ ചെറുതല്ലേ. അതവിടെ ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ബാക്കിയുള്ള മീനുകളെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇതിന്ന് ഒരു ജോഡിയും ഇതിൽ 2 പേരെയും പിന്നെ ഗോൾഡ് ഫിഷ് 2 പേരെ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടോ. ഓരോരോ ജോഡി വീതമായിട്ട്. അപ്പോൾ അധികം പൈസയും ആയില്ല. ഞങ്ങൾ അതിനെ ഇപ്പോൾ പാക്ക് ചെയ്യാൻ കൊടുത്തു. അപ്പോഴാണ് ഇത് അവിടെ ലവ് ബേഡ്സൊക്കെ ഉണ്ട്. ലവ് ബേഡ്സൊക്കെ അടിപൊളിയിരിക്കുന്നു. താഴെ പ്രാവുകളുണ്ട്. പിന്നെ താഴെ മൊത്തം പ്രാവിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഒരു പോർഷനാണ് മൊത്തം അവരെയാണ്. പിന്നെ അവിടേക്കുള്ള ഓരോരോ തീറ്റകൾ സംഭവങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നോക്കി. പിന്നെ കുറച്ച് മീനിന് ഇതിനും ഇത് മേടിക്കണമായിരുന്നു, അവർക്കുള്ള ഫുഡും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ആ കടകളൊന്ന് കാണിച്ചു തരാം. കടയൊന്നും കുഴപ്പമില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ മീൻ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെത്തി. അവരൊന്നും കുഴപ്പമില്ലാതിരിക്കുന്നു. അപ്പോൾ പതുക്കെ തന്നെ ഞങ്ങളുടെ പരിപാടി തുടങ്ങി. മീനിനെ നേരെ ഇടാൻ പോവാം കേട്ടോ. ഓക്കെ, അതാ മീൻ വീണിരിക്കുന്നു. കാരണം ഇതിൽ ബ്ലാക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിങ്ങളൊന്ന് പറയത്തില്ല മീനിൻ്റെ പേരെന്താ വെച്ചാൽ ഒന്ന് പറഞ്ഞു തരാം. നമുക്കത് കറക്റ്റായിട്ട് അറിയില്ല, ഭംഗി നോക്കി മേടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് ഇപ്പോൾ മൊത്തം ഈ മീനുകളൊക്കെ ആയിട്ടുള്ള ഒരു ലുക്ക്. ഫൈനലായിട്ട് അക്വേറിയത്തിൻ്റെ ഒരു ലുക്ക് ഇതാണ്. ഗോൾഡ് ഫിഷ് എന്തായാലും ഒരു അടിപൊളിയല്ലേ, നല്ല ഗോൾഡ് പോലെ തന്നെ ഉണ്ട്, സൂപ്പറായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.